ക്രിസ്മസിന് എന്തായാലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത കാര്യമാണ് ക്രിസ്മസ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ ക്രിസ്മസ് കേക്ക്, കാരണം നമ്മൾ തീരെ കേക്ക് ഉണ്ടാക്കാൻ അറിയാൻ മേലെങ്കിൽ പോലും അതുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് പലപ്പോഴും അതിന് ചില കുറുക്ക് വഴികളുണ്ട്. തേക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തേക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഉൾപ്പെടെ ഒന്ന് പറഞ്ഞു തരാമോ? ഈ തേക്കാത്ത വേണേ ഒരു കേക്ക് എന്നാലും മതി. വളരെ എളുപ്പത്തിലുള്ള മെഷർമെന്റ് എല്ലാം ഉള്ള കേക്ക് തന്നെയല്ലേ? എളുപ്പപ്പണിയാണ് നമുക്ക് താല്പര്യം. ഇപ്പൊ ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ സാധാരണ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു റെസിപ്പി പറഞ്ഞുതരാം. ക്രിസ്മസ് വിഭവങ്ങളിൽ നമ്മൾ സാധാരണ കേക്ക് നമുക്ക് പ്രധാനമായൊരു ഐറ്റമാണല്ലോ. അതിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: 2 മുട്ട, 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറിൽ ഒരു 5-6 പ്രാവശ്യം അരിച്ചെടുത്തത്, 1 കപ്പ് പഞ്ചസാര, 1.5 സ്പൂൺ ബട്ടർ, 1/2 കപ്പ് പാല്, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇത്രയും സാധനങ്ങളാണ് ആദ്യമായിട്ട് അതിന് വേണ്ടിയത്. അത് പകുതി ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ മുകളിലൊരു ഡെക്കറേഷൻ പോലെ ഒരു ടോപ്പിംഗ് വെക്കുന്നുണ്ട്. ആ ടോപ്പിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് തേങ്ങ, 3 ഡെസേർട്ട് സ്പൂൺ ബട്ടർ, 1 കപ്പ് കാഷ്യൂവും കിസ്മിസും, ഷുഗർ 20 ഡെസേർട്ട് സ്പൂൺ. ആദ്യം മുട്ട അടിച്ച് മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഹാൻഡ് മിക്സി കൊണ്ട് ഈ മുട്ട അടിക്കുക. അടിച്ചു വെച്ച ഈ മിക്സ്ചറിനകത്തോട്ട് ഈ ബേക്കിംഗ് പൗഡർ ഇട്ട് തെള്ളി വെച്ചിരിക്കുന്ന മൈദ 1 കപ്പ് ഇടണം. ഈ തിളച്ച പാല് ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് അടിച്ചുകൊണ്ടിരിക്കണം. വാനില എസൻസ് 1 ടീസ്പൂൺ കൂടെ അടിച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഡിഷ് എടുത്ത് അതിനകത്ത് കുറച്ച് ബട്ടർ പുരട്ടി വെച്ച് 1 സ്പൂൺ മൈദയും ഇട്ട് അതിനൊരു കോട്ടിങ് എല്ലായിടത്തും ആക്കി മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഈ റെഡിയാക്കിയിരിക്കുന്ന ബാറ്റർ ഒഴിക്കുക. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഒരു 5-6 എണ്ണം വീതം ഇതിനകത്തോട്ടും ഇടാം. ഇട്ടിട്ട് അത് അവനിലോട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കുക. ലേസി ഡേസി കേക്ക് എന്നാണ് ഈ കേക്കിൻ്റെ പേര്. അതിൻ്റെ ബേസ് ഇപ്പം അവനിലെടുത്ത് വെച്ചു. ഇനിയും അതിനുള്ള ടോപ്പിങ്ങിന് ഉള്ള സാധനങ്ങൾ മിക്സ് ചെയ്യുകയാണ് അടുത്തത്. 1 കപ്പ് തേങ്ങ, ബട്ടർ 3 ഡെസേർട്ട് സ്പൂൺ, മിൽക്ക് 6 ടേബിൾ സ്പൂൺ, ഷുഗർ 20 ഡെസേർട്ട് സ്പൂൺ, 1/2 കപ്പ് കാഷ്യൂനട്ട് ആൻഡ് കിസ്മിസ്. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ എസൻസ് കൂടെ ചേർക്കണം. എന്നിട്ട് വിത്ത് ദ സ്പൂൺ യു മിക്സ് ഇറ്റ്. കേക്കിൻ്റെ മുകളിലോട്ട് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന ആ ടോപ്പിംഗ് അങ്ങ് സ്പ്രെഡ് ചെയ്യണം. ടോപ്പിംഗ് വെച്ച് അവനിൽ വെച്ചിട്ട് ആ മുകളിലത്തെ കവറിങ് ബ്രൗൺ ആകുമ്പോൾ അതെടുത്ത് പുറത്ത് വെച്ചാൽ കേക്ക് റെഡി. 3:30 നിങ്ങൾ ചിന്തിച്ചാൽ 4:30 കേക്ക് ആക്കാം. ശരിയാണ്, അതൊരു ഈസി വേ ആണ്. ഇതുപോലെ വേറെ എന്തെങ്കിലും അധികം ബട്ടറില്ല, അതുകൊണ്ട് ആ ബേസാണ് മാത്രം മതിയെങ്കിൽ അതിനകത്ത് അധികം ബട്ടറും ഇല്ല. ഞാനെല്ലാം ഈക്വൽ മെഷർമെൻറ്റിൽ എടുത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ പഴയ രീതി അനുസരിച്ചുള്ള പിന്നെ എല്ലാ ഈക്വൽ മെഷർമെൻറ്റ്. 250 ഗ്രാം ബട്ടറാണെങ്കിൽ 250 ഗ്രാം ഷുഗർ, 250 ഗ്രാം മൈദ, അങ്ങനെ മുട്ട അതിൻ്റെ അതേ വെയിറ്റിൽ മുട്ട. അപ്പോൾ എത്ര മുട്ട വേണം? 250. അത് മിക്കവാറും 4 വല്ലതും ആയിരിക്കും. അത് മെഷർമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് നോക്കാം. വെയിങ് ബാലൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നോക്കിയിട്ട് അപ്പോൾ ആദ്യം പൊടിച്ച പഞ്ചസാരയ്ക്ക് ബട്ടറും കൂടെ അടിച്ചിട്ട്
പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മുട്ട അടിക്കുന്നത്. മുട്ടയാണേലും സെപ്പറേറ്റ് മിക്സറിൽ അടിച്ചാൽ മതി, അത് കൈ വെച്ച് മിക്സ് ചെയ്ത് അടിച്ചാൽ മിക്സറിനകത്ത് പിന്നെ കേക്ക് മിക്സിക്കകത്തോട്ട് അടിച്ചാൽ മതി. മറ്റേ ഈ മുട്ടയാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് അടിച്ചെടുക്കുമ്പോൾ കുറേ കൂടെ നല്ലതാണ്. പക്ഷെ ഞാൻ ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ട് അടിച്ചിട്ട് അങ്ങനെ അങ്ങ് എടുക്കും. പിന്നെ ഇതുപോലെ മൈദയും പിന്നെ സോഡയും പിന്നെ ഇതെല്ലാം കൂടെ ഇടഞ്ഞിട്ട് അതും കൂടെ ലാസ്റ്റിൽ അതിട്ട് മിക്സി കൊണ്ട് അടിക്കാൻ പാടില്ല. അതിട്ട് കഴിഞ്ഞാൽ കൈകൊണ്ട് തന്നെ, കൈകൊണ്ടോ അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാത്രം കുഴക്കണം എന്നുണ്ടോ? ആരോ പറഞ്ഞു 2 സൈഡിലോട്ട് ഇങ്ങനെ കുഴച്ച് ഇങ്ങനെയും കൂടെ തിരിച്ചും കുഴച്ചു കഴിഞ്ഞാൽ അത് താന്നു പോകും. അതൊന്നും ഇല്ല, വെറുതെ പറഞ്ഞത്. പക്ഷേ ബേക്കിംഗ് പൗഡർ എല്ലായിടവും ഇല്ലാതൊക്കെ വരുമ്പോൾ പിന്നെ അതുപോലെ നമ്മൾ അവൻ ഓൺ ചെയ്തിട്ട് ഇടയ്ക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ താഴുന്നത് സാധാരണ. കറക്റ്റ് ടൈമിൽ ഒന്ന് ചൂടായതിന് ശേഷം ഈ ശരിക്കുള്ള ചൂടായി കഴിഞ്ഞിട്ടേ വെക്കാവുള്ളൂ. അതുപോലെ അതിനിടയ്ക്ക് തുറന്നു നോക്കരുത്, പിന്നെ തുറന്നു നോക്കാവുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള ചില ചെറിയ മിസ്റ്റേക്സ് കൊണ്ടാണ് ഈ മിക്കവാറും താഴുന്നത്. ചിലപ്പോൾ കേക്ക് ഉണ്ടാക്കിയാൽ അത് പൊടിഞ്ഞു വരും. കേക്കൊക്കെ നല്ലതാ, പക്ഷെ പൊടി പോലെ ചിലപ്പോൾ പഞ്ചസാര കൂടിയാൽ അങ്ങനെ വരും. മെഷർമെന്റ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഇത് നട്ട്സും പിന്നെ ഇത് ഫ്രൂട്ട്സും ഒക്കെ സാധാരണ ക്രിസ്മസ് കേക്കിന് അത് പിന്നെ ബ്രാൻഡിക്കകത്തൊക്കെ സോക്ക് ചെയ്ത് നേരത്തെ വെച്ചിട്ട് അതും കൂടെ ചേർക്കും. അതും കൂടെ ആകുമ്പോഴാണ് ക്രിസ്മസ് കേക്കിൻ്റെ. നേരത്തെ അത് സോക്ക് ചെയ്യാൻ വെക്കണം. അതൊരു ഡിസംബറിൽ ചെയ്യാനായിട്ട് ഞാൻ സാധാരണ ഒരു സെപ്റ്റംബർ അവസാനം. അപ്പൊ പിന്നെ ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല. അല്ല, ഇതിപ്പോ ഒരു ഇനി ആലോചിച്ചാൽ മതി, 20 days മതി. അത് കുറെ കൂടെ നല്ലതാണെന്ന്. ഇത് കുറെ ഒരു 2 മാസം വെച്ചിരുന്നാല് അതിന്റെ ടേസ്റ്റ് അത്രയും നന്നായി. അത് നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ഇപ്പൊ ആചാരമായിട്ടുണ്ട് ഇങ്ങനെ മിക്സിംഗ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരാഴ്ച 2 ദിവസവും നേരത്തെ സോക്ക് ചെയ്ത് വെച്ചാൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടും, മറ്റേ അത്രയും ടേസ്റ്റ് കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്നാലും ആ കൂടെ ഒരു ക്രിസ്മസ് കേക്ക് ആവും. നമ്മൾ എന്തായാലും ക്രിസ്മസിന് പറയുമ്പോൾ നമ്മൾ മേശപ്പുറത്ത് വരുമ്പോൾ ഒരു വൈൻ കാണാറുണ്ട്. ഇനിയിപ്പം നമുക്കിട്ടാ ക്രിസ്മസിന് കിട്ടില്ല, എന്നാലും ഒരു വൈൻ ഉണ്ടാക്കുന്ന ഒരു വിധം കൂടി ഒന്ന് പറഞ്ഞാൽ, നിങ്ങൾ വന്ന സ്ഥിതിക്ക് അത് ഇപ്പോഴേ എഴുതിയിടുകയാണെങ്കിൽ അടുത്ത ഈസ്റ്ററിനെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. വൈൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: 1 കിലോ മുന്തിരിങ്ങ, 3/4 കിലോ പഞ്ചസാര, 100 ഗ്രാം ഗോതമ്പ്, മുഴുവൻ ഗോതമ്പ്, 1 കുപ്പി വെള്ളം. മുന്തിരിങ്ങ നല്ലതായിട്ട് 1 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് എടുത്ത് അത് മുന്തിരിങ്ങ മാത്രം ഞെട്ടിൽ നിന്ന് പറിച്ചെടുത്ത് വെള്ളം തോരാനായിട്ട് വെക്കണം. വെള്ളം നല്ലപോലെ തോർന്ന് കഴിയുമ്പോൾ അത് ലിക്വിഡൈസറിലിട്ട് 1 പ്രാവശ്യം അടിച്ചാൽ മതി. അതിൻ്റെ അകത്തെ കുരു പൊട്ടരുത്. ഇത് 1 പ്രാവശ്യം അടിച്ച് അത് ഭരണിക്കകത്തോട്ട് അത് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് ആ അടിച്ച മുന്തിരി മിക്സ്ചറിൻ്റെ അകത്തോട്ട് ആ 3/4 കിലോ പഞ്ചസാരയും ഈ ഗോതമ്പും ഇട്ട് ആ 1 കുപ്പി വെള്ളം ഒഴിച്ച് ഭരണിയിൽ കാറ്റ് കയറാത്ത വിധത്തിൽ പേപ്പറിൻ്റെ 1 ലെയർ വെച്ച് ആ ഭരണിയുടെ ലിഡ് വെച്ചിട്ട് മറ്റേ ലെയർ അടച്ച് ഒരു റബ്ബർ ബാൻഡ് ഇടുക. പേപ്പറിൻ്റെ മുകളിൽ ഒരു നല്ല കഷ്ണം തുണി 2ആയിട്ട് മടക്കി അത് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡും കൂടെ വയ്ക്കുക. ഇതിങ്ങനെ 20 ദിവസം വെച്ചതിന് ശേഷം എടുത്ത് അരിച്ച് ആ ലിക്വിഡായിട്ടുള്ള ഭാഗം മാത്രം തിരിച്ചൊഴിച്ച് അതിനകത്ത് ഒരു 3 സ്പൂൺ പഞ്ചസാര കരിച്ചൊഴിച്ച് ഒരു മുട്ടയുടെ വെള്ള അടിച്ചതിൻ്റെ മുകളിലും ഇട്ട് വീണ്ടും 100 ഗ്രാം ഗോതമ്പും കൂടെ ഇട്ട് അടുത്ത 20 ദിവസം കെട്ടിവയ്ക്കുക. അങ്ങനെ മൊത്തം 40 ദിവസം കഴിയുമ്പോൾ ഈ വൈൻ റെഡിയാകും. എന്നിട്ടത് അരിച്ച് എടുത്ത് കുപ്പികളിലാക്കാം.